വെൽക്കം ടു അവർ നെക്സ്റ്റ് വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യണത് ഈ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടോ, ഇതിലെ സ്റ്റോക്കായിട്ട് വരുന്ന ബൾബ് നമ്മൾ ചേഞ്ച് ആക്കിയിട്ട് ഈ ഒരു LED അതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. സ്റ്റോക്കായിട്ട് വരുന്ന ബൾബിൻ്റെ ഒരു ഡിസിഡൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിനോട് വെള്ളം കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഷോർട്ട് ആവാനും അതുപോലെ തന്നെ ഈ ടെർമിനലിലൊക്കെ പെട്ടെന്ന് തുരുമ്പ് കയറും ഇതിനകത്തുള്ളതിൽ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസ് ഞാൻ പറഞ്ഞുതരാം. ഇതിലൊരു വാട്ടർ പ്രൂഫ് കോട്ടിങ് വരുന്നതുകൊണ്ട് ഷോർട്ട് ആവാനോ അങ്ങനത്തെ ഒരു ചാൻസ് ഒന്നും ഇതിലില്ല. ഇതിനേക്കാളും കുറച്ചുകൂടി ലൈഫ് ഇതിന് കൂടുതലാണ്. പിന്നെ ചാർജാണെന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ചാർജ് അത് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ബ്രൈറ്റ്നെസ് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ രാവിലേക്കാണെന്നുണ്ടെങ്കിൽ നല്ല വെയിലൊക്കെയുള്ള സമയത്ത് ഇൻഡിക്കേറ്റർ കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ ആകുന്ന സമയത്ത് ബ്രൈറ്റ്നെസ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഇതിനേക്കാളും ഇതിൽ അറിയാൻ പറ്റുന്നുണ്ട്. കൂടുതൽ പേർക്കുള്ള കൺഫ്യൂഷനാണ് ഈ ഒരു വയർ മാത്രമേ ഇതിലുള്ളൂ, ഇതിലെ കണക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു വരുന്ന വയർ പോസിറ്റീവും പിന്നെ ഈ ഒരു പോർഷൻ കണ്ടോ, ഇതാണ് നെഗറ്റീവ് ടെർമിനൽ എർത്തായിട്ട് വരുന്നത്. അപ്പോൾ വണ്ടിയിൽ നമ്മൾ ഈ ഒരു കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് നമ്മളെ വണ്ടീൻ്റെ ഹെഡ് ലൈറ്റിൽ സ്റ്റേയിലാണല്ലോ കൊടുക്കുക. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു ലൈറ്റിലോട്ട് എർത്ത് കിട്ടുന്നത്. അങ്ങനെയാണ് ലൈറ്റ് വർക്ക് ചെയ്യണത്. പോസിറ്റീവ് കണക്ഷൻ നമ്മൾ പോസിറ്റീവ് ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെഗറ്റീവ് കൊടുക്കുന്ന സമയത്ത് കത്തുന്നുണ്ടോ, ഒരു ലൈറ്റ് അയച്ചിട്ട് ഇതിലോട്ടുള്ള കണക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നമുക്ക് അയച്ചെടുക്കാൻ കിട്ടും. ഇതാണ് ഇതിനകത്തുള്ളൊരവസ്ഥ. ഇതൊരു പുതിയ പീസ് കൊണ്ടാണ് ഇത്രയ്ക്ക് നീട്ടിയായിരിക്കുന്നത്. യൂസ്ഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അകത്ത് ഫുള്ള് ചളിയായിരിക്കും. ഓക്കെ, ഇപ്പോൾ സ്റ്റോക്കായിട്ട് വരുന്ന കണക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഈ ബൾബിന് അടിയിൽ കൂടെ വയർ പോകുന്നുണ്ടോ, അതാണ് നമുക്ക് പോസിറ്റീവായിട്ട് വരുന്നത്. പിന്നെ നെഗറ്റീവ് ടെർമിനൽ വന്നിട്ട് ബൾബിന് ഈ ഒരു സെറ്റിലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ബൾബിലോട്ട് എർത്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ അയച്ചെടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബോട്ട് അയച്ചു കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് പുറത്തോട്ട് ഊരിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ആദ്യം നമ്മൾ ഈ സാധനം നകത്തണം. പിന്നെ ഒരു 14 ബോൾട്ടാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സെറ്റ് കണ്ടോ, ഇത് മാത്രം നമ്മൾ റിമൂവ് ചെയ്താൽ മതി. ഈ ഒരു ക്ലാമ്പ് നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇതിൽ 2 സ്ക്രൂ കണ്ടോ, അതിൽ ഒരു സ്ക്രൂ സെറ്റ് ചെയ്യണത് ഈ ഒരു പോർഷനിലായിട്ടും പിന്നെ താഴെ ഒരു സ്ക്രൂ വരുന്നുണ്ടോ, ഇത് സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു സാധനത്തിലാണ്. സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് നേരത്തെ കണ്ട പോലെ ഒന്ന് ബെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷൻ മാത്രം നമുക്ക് റിമൂവ് ചെയ്താൽ മതി. ബോൾഡ് ടൈറ്റ് ചെയ്തിട്ട് അതിന് ശേഷം ഈ ഒരു സാധനം ബെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് അതുപോലെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത ശേഷം ഈ ഒരു സാധനം വെച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ 2 സ്ക്രൂവും കറക്റ്റ് ഈ ഒരു പോർഷനിൽ തന്നെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം നമ്മൾ ബാക്കി അടുത്ത വർക്കിലോട്ട് കിടക്കുക. ചില സമയത്ത് നമ്മൾ ബെൻഡ് ചെയ്യേണ്ട ഒന്നുമില്ലെങ്കിൽ ഇങ്ങോട്ട് കൂടിപ്പോയാലും അല്ലെങ്കിൽ ബാക്കിലോട്ട് ഇറങ്ങിപ്പോയാൽ ഈ ഹോൾ കണ്ടോ, ഇത് എങ്ങോട്ടെങ്കിലും മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാ വർക്കും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്ക്രൂ ഇടുന്ന സമയത്ത് അത് കറക്റ്റില്ലെന്ന് വരും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇതിന് പുറത്തൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ബുദ്ധിമുട്ട് ആ സമയത്ത് നമുക്ക് ഉണ്ടാവും. നമ്മളിലോട്ട് വയർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പഴയൊരു ഇൻഡിക്കേറ്ററത്തെ വയറായിരുന്നു. അപ്പോൾ നമ്മൾ ലൈറ്റ് ഇതിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ കണ്ടോ, ഇവിടെയും ചെറുതായിട്ടൊന്ന് ഗമ്മൊട്ടിച്ചു, അതുപോലെ ഈ ഒരു പോർഷനിലും ഗമ്മൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗമ്മാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഫ്ലെക്സ് സ്റ്റിക്ക് എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യണത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിൽ ലൈറ്റ് വെച്ച് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു സാധനം ഇതിലോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു സ്ക്രൂ ഇവിടെയും വരും, അതുപോലെ തന്നെ സ്ക്രൂ ഇവിടെയും വരുന്നതുകൊണ്ട് ലൈറ്റ് സൈഡിലോട്ട് അങ്ങനെ മാറിപ്പോവില്ല. ഞാനിപ്പോൾ എൻ്റെ വേണ്ടി തന്നെ ഒരു 5-6 മാസത്തിനടുത്തായിട്ട് ഞാൻ ഇങ്ങനെ സെറ്റ് യൂസ് ചെയ്യണേ. വലിയ കുഴപ്പങ്ങളും വന്നിട്ടില്ല, ലൈറ്റും അടന്നിട്ടുമില്ല. ഓക്കെ, അപ്പം ഞാൻ ബാക്കി ആ സാധനം സെറ്റ് ചെയ്ത ശേഷം ലൈറ്റൊന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. പോസിറ്റീവ് കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ നെഗറ്റീവ് കണക്ഷൻ ഇതേ കൊടുക്കുന്നുണ്ട്. ലൈറ്റ് കത്തുന്നുണ്ടോ, ഇത് നമ്മുടെ മുമ്പത്തെക്കാളും നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടാണ് കത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത വർക്ക്. പേഴ്സണലി എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്തത്. സ്റ്റോക്ക് ലൈറ്റും ഇതും തമ്മിലുള്ള ഡിഫറൻസുകളുണ്ടല്ലോ, എത്ര ബ്രൈറ്റ്നെസ് നമുക്ക് കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വർക്കായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. താങ്ക്